ഞങ്ങൾ പറഞ്ഞില്ല ഇത്രയും ഉപകാരം ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ആ സാധനങ്ങളാണെങ്കിൽ ഞങ്ങൾ അടിച്ചു തരാൻ പോകും. ഇതെന്താണ് ഇവിടെ വലിയ ഹോമം നടത്തണുണ്ടോ? അതാണ് പൊകിയൊക്കെ വന്നി. അത് വേറൊന്നും കിട്ടല്ലോ, അതേ പൂരി ഉണ്ടാക്കി വെച്ചേക്കും. അത് ഓഫാക്കിയപ്പോ ഇത് നോക്കിയ ഗൈസ് പൊകിയൊക്കെ വന്നേക്ക. ഞങ്ങള് 1-2 ദിവസം എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് വേറെ ഒന്നുമല്ല, കറണ്ട് ഇല്ല. ഇപ്പോഴും ഇല്ല കറണ്ട്. ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ചെറിയൊരു കാറ്റ് വന്ന അപ്പൊ കറണ്ട് പോണു. എന്താ പറയുക ഇവിടെ. ഇത് കാറ്റ് ഇന്നലെ പോയത് കാറ്റുണ്ടായിരുന്നില്ല. ഒന്നുമില്ല. ഇന്നലെ KSEB പോയിട്ട് ഞാൻ സംസാരിച്ചിട്ട കൈ സംസാരിച്ചപ്പോ ഇപ്പൊ തന്നെ ആൾ ഇടാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കൺസ്യൂമർ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ട് ഇന്ന് രാവിലെ 9 മണിയായപ്പോഴാണ് അവരത് ശരി. അതുവരെ അവരെന്ത് ചെയ്തെന്ന് ദൈവത്തിനറിയാം. ഇപ്പൊ വിടുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഒരു മണിക്കൂർ കറണ്ട് പിന്നെയും പോയി. നമുക്ക് മോട്ടർ അടിച്ച് വെള്ളം നിറക്കാനായിരിക്കും തന്നത്. ഫോൺ ചാർജ് ചെയ്യാൻ. അതെ, എന്റെ ഫോൺ ചാർജും ഇല്ല, അത് വേറെ കാര്യം. അതാണ് നമ്മൾ വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടായിട്ട് ഇരുന്നത്. പിന്നെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായി വാൽപ്പാറ. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന ഒരു ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ എടുത്തുള്ളത് ബിനീഷയുടെ ചാനലിലുണ്ട്. പിന്നെ നമ്മ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇതേ വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് നോക്കി ഒരു ഹോമം നടത്തലായിരുന്നു ഇവിടെ ബിനീഷ. നിനക്കെതിരെയുള്ള ഹോമോണ. എനിക്ക് പിന്നെ അതേപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം നടന്നു. രാവിലെ ഞങ്ങൾ ജനല തുറന്നിട്ടിട്ടാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജനല കടന്നിട്ട് ഒരു കടന്നില്ല, അതും വലിയ ടൈപ്പിൽ കടന്നില്ല വന്നിട്ട് എന്റെ തൊടയിലും പിന്നെ അതുപോലെ കാഫിലും കടിച്ചു കൈസ്. ഒരു രക്ഷയില്ല, ഭയങ്കര പെയിനാണ്. എന്താ ഈ തൈസ് അറിയത് നോക്കി നീല കളറായിട്ടുണ്ട്. ഒരു കൊമ്പുണ്ടായിരുന്നു, അത് എടുത്ത് കളഞ്ഞ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കാഫിൽ ഇത് മൊത്തം തൊടല്ലേ നല്ല നീരായിട്ട് തന്നെയാണ്. ഉറക്കത്തില് കളിച്ച്. അതെ, ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കുറച്ച് മഞ്ഞപ്പൊടി. പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ സാധനം ഞങ്ങൾ കാണിച്ചു തരാട്ടോ. അപ്പൊ ഇച്ചായി പറഞ്ഞൊരു സംഭവം കാണിച്ചു തരാം. അപ്പൊ ഇച്ചായി ഞാനിവിടെ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബിനീഷ ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പൊടിയുടെ അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബിനീഷനെ ഇനി നമ്മൾ ഇവിടെ ഇത്രയും വലിയ വീട് തൂത്ത് തുടച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. അതായത് വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ. എയ്സ് വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ അഗാരോന്റെ ആണ്. അപ്പൊ അതൊരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ കുറെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ ഇച്ചായിക്ക് നിർബന്ധം വരുന്നത് എനിക്ക് പൊടിയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സാധനം തന്നെ വാങ്ങി, അതായത് വാക്യൂം ക്ലീനർ എന്തായാലും വാങ്ങണമെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വാങ്ങുകയും ചെയ്ത്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത് അപ്പൊ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ വരികയും ചെയ്തിട്ടത്. അപ്പൊ പിന്നെ ഇത് ഒരു 2-in-1 കൂടിയാണ്. സാധാരണ ഇങ്ങനെ പൊടി മാത്രം വലിച്ചെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. പിന്നെ എല്ലാ അമ്മമാർക്കും വീട്ടിലുള്ളവർക്കും, അതായത് നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വലിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു 2-in-1 പ്രോഡക്റ്റും കൂടിയാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പൊ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണോട്ടോ. ഇതിന്റെ കപ്പാസിറ്റി അതുപോലെ തന്നെ 21 അല്ലേ കപ്പാസിറ്റി ഒക്കെ വരുന്നത് 21 ലിറ്ററാണ് വരുന്നത്. അപ്പൊ പിന്നെ ഇത് ഭയങ്കര ഭാരോ കാര്യങ്ങളും ഇത് കാണുമ്പോൾ അയ്യോ ഇതൊക്കെ ഞങ്ങളെ എങ്ങനെ പൊക്കിക്കൊണ്ടുപോകാനാണ് മക്കളെ, ഇതൊക്കെ നമുക്ക് വാങ്ങി യൂസ് അല്ലേ, വെയിറ്റ് ലോസ് ആണ്. നമുക്ക് ഇത് അത്രയും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകും. ഇപ്പൊ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കി നമുക്ക് സാധാരണ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ പൊക്കിക്കൊണ്ടുപോകണം. ആ ഒരു ഇതിന്റെ രീതിയിൽ നമുക്ക് പൊക്കിക്കൊണ്ടു പോകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം, കാറ് ക്ലീൻ ചെയ്യാം, കുറെ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കര സന്തോഷം ഇത് അല്ലേ, ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇപ്പൊ കാണിച്ചത് ഞങ്ങൾ ഒരുമിച്ച്. നമ്മുടെ ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഈ ഒരു ബോക്സിലാണ് നമ്മൾ മേടിച്ചേക്കണത്. 2 ബോക്സ് ഉണ്ട് കേട്ടോ നമുക്ക്. പൊട്ടിച്ച് നോക്കിയെന്ന് പറയുന്നത് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ യൂസ് ചെയ്ത് നോക്കിയാൽ. പക്ഷെ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം തൊട്ട് അതുപോലെ ഗ്യാസ് സ്റ്റൗ മറ്റേ സിങ്ക് അങ്ങനെ എല്ലാം തന്നെ ക്ലീൻ ചെയ്യാം. ഈ ചില്ല് ജനല അങ്ങനെയുള്ള എല്ലാ സംഭവവും ക്ലീൻ ചെയ്യാം. പിന്നെ വെള്ളം ഇപ്പൊ പൊടിയും വെള്ളമായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കിടന്നുണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതുവരെ ക്ലീൻ ചെയ്യാം. പിന്നെ ഇങ്ങനെ കുറെ ഇലകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കിടക്കണം, നമുക്കത് അടിച്ച് തെറിപ്പിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂലോട്ട് അടിച്ചെന്ന് കളയണ്ട. അങ്ങനെ നമുക്ക് എയർ പ്രഷർ ചെയ്ത് കളയാൻ പറ്റണ ഒരു വാക്യൂം ക്ലീനറും കൂടിയാണ് ഇത്. മാത്രമല്ല എന്താണ് മണ്ണ്, അതായത് പറഞ്ഞില്ലേ വെള്ളവും മണ്ണും കൂടി നമ്മൾ ഈ മഴ പെയ്തിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് വാതിക്കലും സിറ്റ് ഔട്ടിലൊക്കെ ചാറ്റൽ മഴ അടിച്ചിട്ട് പൊടി കരടും മണ്ണും വെള്ളവും ഒക്കെ കൂടി അങ്ങനെ കയറി കിടക്കും. അപ്പൊ അതുവരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിട്ട് പോകേണ്ടത് ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. അഗാരോന്റെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ. ഇതാണ് ഒരു ചെറിയൊരു സിലിണ്ടർ ടൈപ്പിലാണ് ഇതിങ്ങനെ വന്നേക്കുന്നത് കേട്ടാ. ഞാൻ പറയുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് പൊക്കി മാറ്റാം. പിന്നെ 360 ഡിഗ്രിയിൽ വരെ റൊട്ടേറ്റ് കണ്ട. വേണമെങ്കിലും അതായത് പൊക്കി മാറ്റേണ്ട രീതി വരുന്നില്ല. നമുക്ക് ഇങ്ങനെ തള്ളി ആ ഒരു രീതി നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേബിൾ വന്നേക്കണം, നമ്മുടെ പവർ കേബിൾ വന്നേക്കണം. നമുക്ക് 5 മീറ്റർ വരെ ഇതിന് ലെങ്ത് ഉണ്ട്. അത് കാരണം നമുക്ക് വേറെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേബിൾ. അപ്പൊ ഇതാണ് ഹോസ് പൈപ്പ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ കിട്ടിയതാണ് ഇത്രയും പ്രോഡക്റ്റ്. പിന്നെ അതിന്റെ അപ്പുറത്തിരിക്കുന്നുണ്ട്. അത് നമുക്ക് വലിയ മനസ്സിൽപ്പെടാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ കാണുന്നുണ്ട് ബ്ലോർ. ഇത് നമുക്ക് ഇതിന്റെ മെയിൻ യൂണിറ്റിൽ ഇതേപോലെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് അബ്സോർബിംഗ് ബ്രഷ്. ഇത് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ തോന്നില്ലേ അത്. ഇതാണെങ്കിൽ മൾട്ടി പർപ്പസ് ബ്രഷാണ്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ സെറ്റി സോഫ പിന്നെ അതുപോലെ നമ്മുടെ ചവിട്ടി കാര്യങ്ങളില്ല അതിൽ നിന്നൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റിയ ബ്രഷ് കൂടിയാണ്. ഇതാണ് ക്രെവീസ് ബ്രഷ്. ഇത് നമ്മുടെ കോർണർ എഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആൻഡ് ചെയ്തെടുക്കാൻ വലിച്ചെടുക്കാറുണ്ട്. സൈഡിലൊക്കെ കുറെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഇത് നമ്മൾ സഹായിക്കും. പിന്നെ ഇതാണ് ഫ്ലോർ ബ്രഷ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയിട്ട് അതേ ഈ സ്വിച്ച് കണ്ട ഇത് നമുക്ക് പയ്യെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രഷ് വരുന്നുണ്ട്. അതായത് നമ്മൾ ചവിട്ടി പിന്നെ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ തുടക്കുമ്പോൾ അതൊന്ന് പൊക്കി മാറ്റിട്ട് കാര്യമില്ല. നമുക്കിത് ഈ ബ്രഷ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരും. അപ്പൊ തുടക്കണ നേരത്തെ ഇത് വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി. അതിന്റെ ആവശ്യം കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇത് നമുക്കൊരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ട്യൂബും കാര്യങ്ങളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മാനുവൽ ബുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാരണ്ടി ഒക്കെ ഉള്ള ഒരു പേപ്പർ അടങ്ങിയത് നമുക്ക് കിട്ടുകൊണ്ടിരിക്കും. ഇത് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു സ്വിച്ചും കൂടിയാണ് നമുക്ക് പെട്ടെന്ന് നഷ്ടം. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ 2 ക്ലിപ്പാണ്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇങ്ങനെ തുറന്ന് എടുക്കാൻ. ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു മേൽഭാഗം ഒരു ഹാൻഡിലോട് കൂടെ. പിന്നെ ഉള്ളത് ഇതാണ് ഈ ഡസ്റ്റ്. ഇതിനകത്തായിരിക്കും നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നത്. ഇതൊരു 3 ലിറ്റർ ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത്രയും ഭാഗം നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് ക്ലീനൊക്കെ എല്ലാം ചെയ്യാം. അതുകൊണ്ട് യാതൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നും വരും. പിന്നെ ഡസ്റ്റ് പിടിക്കുന്ന ആ ഇതും നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കാം. കാര്യം ഇത് അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്ത് വെച്ചത്. 60 ആംപിയറും 250 വാട്ടോടെ ഈ ഒരു ട്യൂബിന്. അതുപോലെ ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റീൽ ടൈപ്പിലാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഫൈബർ ടൈപ്പിൽ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഒരു കോട്ടിങ്. അതായത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ചീത്തയായി പോകില്ല. ഇത് നോക്കിയാൽ നമുക്ക് 360 ഡിഗ്രിയിലൊക്കെ നല്ലോണം റൊട്ടേറ്റ് ചെയ്യാം. അത് യാതൊരു കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ബാക്കി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ കാര്യം കാണിച്ചത്. ഈ ഒരു ഹോസ് പൈപ്പാണ് ഇത് കണക്ട് ചെയ്യണം. അതിന് മുമ്പ് നമ്മുടെ ബ്ലോവറൂടെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഇത് കണക്ട് ചെയ്യുന്ന ടൈപ്പാണ്. ചെറിയൊരു ലോക്കൽ സിസ്റ്റമാണ്. ഇത് ലോക്കായിക്കാൻ അവിടെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പവർ കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പവർ കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ആ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇത് വന്നത്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമായി. പെട്ടെന്നാണ് ഞാനൊരു സംഭവം കണ്ട. കാര്യം ഇത്ര നേരം ഇത് ശ്രദ്ധിച്ചില്ല. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഇതെങ്ങനെ കണ്ടു. നമുക്ക് ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് നമുക്ക് ഇവിടെ ഇതേപോലെ സിമ്പിൾ ആയിട്ട് കണ്ടു. അങ്ങനെ എല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാം തന്നെ ഇതിൽ കണക്ട് ചെയ്ത് വെറുതെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? വെറുതെ വെച്ച് കൊടുത്താൽ മതി. സുഖമായി നമുക്കിത് ക്ലീൻ ചെയ്യാം. അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ അല്ലെന്ന് ഇപ്പൊ എന്റെ സഹായം ഇല്ലാതെ ശരിക്കും ഒറ്റക്കായാലും ചെയ്യാം അല്ലേ? ആരുടെ സഹായം സിമ്പിൾ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റും. അതെ. ഇപ്പൊ ഞാനിങ്ങനെ കോർണറിലുള്ള കണക്ട് ചെയ്തിട്ടുണ്ട്. വേറെ വല്ലതും ഓണാക്കി നോക്കാം. മൊത്തത്തിൽ ക്ലീൻ ആവണം. ഇതേപോലെ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് കുറെ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. അത് നല്ല മഴയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ സിറ്റൗട്ടിൽ നടക്കാൻ വെള്ളം കിട്ടി. അപ്പൊ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചോ.
ക്ലീൻ ചെയ്യുന്നത്. ഈ സെറ്റ് ഞങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ പൊടി ഇങ്ങനെ തട്ടിക്കളയാനല്ലാതെ ഈ വാക്യൂം ക്ലീനർ അങ്ങനത്തെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ് ക്ലീൻ ചെയ്യാം. അതെ, അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മാറ്റും ഇതൊക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാട്ടോ നമുക്ക്. അതിന്റെ കളർ തന്നെ മാറുമൊക്കെ, അതിന്റെ പൊടി ഉണ്ടായിട്ട് കളർ മാറുന്നുണ്ടോ ഗൈസ്? അതെ, നമ്മള് ഇത് ഓപ്പണാക്കി നോക്കിയിട്ടുണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ നല്ല ഹൈ പവറിൽ കിട്ടുന്നുണ്ടാന്ന് കണ്ടതേ. നമ്മ ചെളി ക്ലീൻ ചെയ്തൊക്കെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് ഇത് മാറ്റില്ല. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇടക്കിടക്ക് ഒന്ന് വാഷ് ചെയ്യേണ്ടി വരും. എപ്പോഴും വാഷ് ചെയ്യേണ്ട വല്ലപ്പോഴും. പൊടിയൊക്കെ മാത്രം ഇതിൽ നമ്മൾ ചെയ്താൽ മതിട്ടാ. ഇവിടെ താഴെ കണ്ടതിന്റെ മുടികൾ വരെ ഇവിടെ എല്ലാം ഇതിന്റെ അകത്തുണ്ട്. കണ്ട ഇതുണ്ട്, ഇപ്പൊ കണ്ട നമ്മള് വെള്ളം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ നമ്മൾ വാഷ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണ്ട. അപ്പൊ മാക്സിമം എല്ലാവരും മറ്റേ വെള്ളമുള്ള സ്ഥലത്ത് ഈ ഒരു ഇത് മാറ്റി ഇത് മാത്രമേ മുടികളും കാര്യങ്ങളും പേപ്പർ, പിന്നെ അതുപോലെ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ചെയ്തോളൂ. അതിന്റെ പൊടിയാണ് ഈ ഇരിക്കണതൊക്കെ. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ തീർന്നിട്ടില്ല, അതിന്റെ അടുത്തൊരു പ്രോഡക്റ്റും കൂടി നിങ്ങളുടെ ഒപ്പം തന്നെ കാണുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെയുള്ളതാണ്, അല്ലാതെ മറ്റൊരു പ്രോഡക്റ്റ് അല്ല. ഇതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞില്ല ഇത്രയും ഉപകാരം ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ആ സാധനങ്ങളാണ് ഇനി ഞങ്ങൾ കാണിച്ചു തരാം. ക്ലീനറിന്റെ ഒപ്പം നമുക്ക് ഇലക്ട്രിക്കൽ സ്പീഡ് സ്ക്രബ്ബറും കൂടി കിട്ടുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. വേറെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ വേണ്ട ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത്, ഇതിന്റെ പർപ്പസ് എന്തിനൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതുണ്ട് ഫോൺ ചാർജ് ചെയ്യണ പോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. USB ടൈപ്പ് കോമ്പിനേഷൻ നടത്തുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും. കണ്ട C ടൈപ്പ് തന്നെയാണ്. നമുക്ക് അതുപോലെ സുഖമായിട്ട് ചാർജ് ചെയ്യാം. ഇവിടെയാണ് ഇതിന്റെ ഒരു ബട്ടൺ വന്നത്. ഇതിന്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെ നമുക്ക് ഇതിനകത്ത് പറ്റുള്ളൂ. അതുപോലെ അല്ലാണ്ട ഇതൊരു എക്സ്റ്റൻഡഡ് പൈപ്പാണ്. ഞാൻ ഇപ്പൊ ഇത് കണക്ട് ചെയ്ത് വെക്കണം. ഇത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ട് കൂടാം. നമുക്ക് അതുപോലെ തന്നെ ടൈറ്റ് ആക്കാനും പറ്റുള്ളൂ. അതായത് നമുക്ക് നല്ല നീളത്തിൽ യൂസ് ചെയ്യാം, ജനലൊക്കെ തുറക്കാനൊക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ നല്ല ത്രെഡ്, ഇവിടെ നല്ല ത്രെഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഊരിപ്പോരൂല ഒരു കാരണവശാലും. കണ്ട രണ്ടത് ഇവിടെ നമുക്ക് ഇതിങ്ങനെ ഇവിടെ ലോക്കാക്കുകയും ചെയ്യാം, ഇവിടെയും ലോക്കാക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ കൈയെത്തിയില്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ ദൂരെയൊക്കെ നമുക്ക് ചെയ്യാം. ജനലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജനലൊക്കെ പോളിഷ് ചെയ്യും. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുണ്ട്. അത് ഈ ഒരു മോട്ടറിലാണ് ഇതെല്ലാം തന്നെ കണക്ട് ചെയ്യണം. ഇതാണ് ഇത് കോർണറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ജനലിന്റെ ജനലിന്റെ കോർണറാണ്. ഈ കോർണറൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്ക്രബ് ചെയ്ത് ഇതിനകത്ത് പൊടി നോക്കും. നല്ല സ്ക്രബ് ചെയ്യണം. നമുക്ക് ഈ കോർണറൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ സ്പീഡ് കുറക്കണമെങ്കിൽ അങ്ങനെ കുറക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം. ഇത്ര സിമ്പിളാണ് ഇത് ഊരിയെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാറൊക്കെ പോളിഷ് ചെയ്യാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിന് സെപ്പറേറ്റ് ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചത്. ഇത് നമുക്കിവിടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്താൽ ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചാൽ മതി. ഒരു നല്ലൊരു മെറ്റീരിയൽ ഉണ്ടാകും. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഞാനെങ്കിലും നമ്മുടെ കാർ പോളിഷ് ചെയ്യാൻ കാണിച്ചത്. ഇത് മഴയത്ത് കളിയാണ് അവനിവിടെ, പൊരിഞ്ഞ കളി. ഇവിടെ വന്നിട്ട് ഓരോന്നും നശിപ്പിച്ചോണ്ടിരിക്കണം. അവര് ഫ്രീഡോണ്. ഇത് വേണ്ട ഈ സ്ക്രബ്ബർ നമ്മൾ കാറിൽ യൂസ് ചെയ്യാൻ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പോളിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കാണ്ട. അതായത് കാറൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും അല്ല, അത്രയ്ക്ക് സ്മൂത്താണിത്. ഇത് ചിലവർക്കാണെങ്കിൽ സ്പീഡ് കുറക്കണമെങ്കിൽ കുറക്കാം. നല്ല പതിയെ കേട്ടാ നിർത്താം. നല്ല സ്പീഡിൽ ചെയ്ത് പോവാം. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മാത്രമല്ല ഇത് കണ്ടാ നമുക്ക് നമ്മുടെ മറ്റേ ടേബിളൊക്കെ പോളിഷ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നമ്മുടെ വിരിച്ചാണ് തുമ്മൽ, നമ്മുടെ വാഷ് ബേസിനും സിങ്കും എല്ലാം നമുക്ക് സിങ്കും വാഷ് ബേസിനും തെറ്റിപ്പോയിട്ടാണ് സിങ്കും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡേറ്റി ആയിട്ട് നിങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ ഉള്ളത് ബാത്റൂം ക്ലീൻ ചെയ്യണത് വരെ ഇതിനകത്തുണ്ട്. അതെ, നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് മേടിക്കും. ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ താല്പര്യമുള്ളവർ മേടിക്കും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടി ആയതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇതിന് 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി വേണമെങ്കിൽ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 6 മാസം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും ഗ്യാരണ്ടി. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഇത്രയും രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം.
ഭയങ്കര ഹാപ്പി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പ്രോഡക്റ്റ് കിട്ടുമെന്ന് ബിനീഷ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ അതുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വാക്യൂം ക്ലീനർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലോറ് ഇതാക്കാനും പിന്നെ പൊടി ജനലിന്റെ അവിടെയുള്ള പൊടികളെ കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് വന്നപ്പോ എന്താണ് 2 പെട്ടി സാധനങ്ങൾ ഇത്രയും മാത്രം സാധനങ്ങൾ തന്നപ്പോഴാണ് പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ പലതും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രോഡക്റ്റ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായതുകൊണ്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ബാഗാറിന്റെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ എയ്സിന്റെ. അപ്പൊ എല്ലാവരും ട്രൈ വാങ്ങാൻ നോക്കുക. അപ്പൊ ആവശ്യമുള്ളവര് നമുക്ക് വാക്യൂം ക്ലീനർ കുറെ പൊടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടില്ലേ, ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.